നമസ്കാരം. ജൂലൈ 2 പൊൻകുന്നം വർക്കി അനുസ്മരണം. മലയാള ചെറുകഥയെ രാഷ്ട്രീയവൽക്കരിച്ച എഴുത്തുകാരിൽ ഏറെ പ്രമുഖനാണ് പൊൻകുന്നം വർക്കി. ചരിത്രത്തിൻ്റെ ക്ഷുഭിത ചലനങ്ങളിലൂടെ വളരെ ധീരമായി മുന്നോട്ടു നടന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. നടന്നു എന്ന് മാത്രമല്ല, മുന്നേറുക തന്നെ ചെയ്തു. അതിൻ്റെ സ്ഥൂലവും പ്രത്യക്ഷവുമായ ആഖ്യാനം നിർവഹിക്കുക കൂടി ചെയ്തു അദ്ദേഹം. തൻ്റെ കൃതികളിലൂടെ തികച്ചും സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ വിമർശനം അദ്ദേഹം എല്ലാ രചനകളിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്നും ഏറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വസമുദായമായ കത്തോലിക്ക സഭയിൽ നടക്കുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പൗരോഹിത്യ ആധിപത്യത്തിൻ്റെയും കപടമായ മുഖത്തെ അദ്ദേഹം പലപ്പോഴും തൻ്റെ കൃതികളിലൂടെയും തൻ്റെ രചനകളിലൂടെയും പുറത്തു കാണിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള സാമൂഹിക വിമർശനം അദ്ദേഹം ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്നും പുരോഹിത വർഗത്തിൽ നിന്നും ഏറെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അധ്യാപക ജോലി നഷ്ടമായി. അതുമാത്രമല്ല, അദ്ദേഹത്തിന് പലപ്പോഴും തടവറയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തടവറയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും ഒരിക്കലും പിന്മാറിയില്ല. അത് കൂടുതൽ ശക്തമായി തന്നെ അദ്ദേഹം തൻ്റെ രചനകൾ തുടർന്ന് എഴുതുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പോലും അദ്ദേഹം പ്രതീക്ഷിച്ച മാറ്റം വരും എന്ന് അദ്ദേഹം വിചാരിച്ച അത്ര മാറ്റങ്ങളൊന്നും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പോലും നമുക്കിവിടെ അന്ന് ലഭിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ എഴുതിയ രചനകളിലും അതിൻ്റെ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ഷോഭാകുലമാകുന്ന അവസ്ഥ നമുക്ക് നോക്കിയാലായിട്ട് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് മാനവികതയുടെ തുടിപ്പുള്ള കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മാനവികത അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും നമുക്ക് നോക്കിയാലായിട്ട് ഓരോ വരികളിലും വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ കഥകളിൽ മാനവികത നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അല്ലെങ്കിൽ രചനകളാണ് പിന്നെ അച്ഛൻ കൊമ്പത്തെ, അന്തോണി നീയും അച്ഛനായോടാ, വിത്തുകാള, മോഡൽ, മന്ത്രിക്കെട്ട്, ഡെമോക്രസി, ശബ്ദിക്കുന്ന കലപ്പ, തടയുടെ താക്കോൽ, ചാത്തൻ്റെ മകൾ എന്നിവ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ചെറുകഥകളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാഭാഗമാണ് എൻ്റെ വഴിത്തിരിവ്. അത് അദ്ദേഹം നമ്മുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും എൻ്റെ വഴിത്തിരിവ് എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1930 എന്ന് പറയുന്നത് മലയാള ചെറുകഥയുടെ ഒരു വളരെ സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നിരവധി ഈ ചെറുകഥകൾ എഴുതുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് ഏറെ ഉപയോഗമുള്ള അല്ലെങ്കിൽ ഏറെ കാണികൾക്ക് കാണാനും ഒക്കെ സാധിക്കുന്ന നാടകങ്ങൾ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ തനി നാടൻ ശൈലിയിൽ കോർത്തിണക്കിയ വർക്കിയുടെ അന്നത്തെ നാടകങ്ങളൊക്കെ തന്നെ ഏറെ ജനപ്രിയമായിരുന്നു. ആ നാടകങ്ങളിൽ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് കതിരു കാണാക്കിളി, ഭർത്താവ്, സ്വർഗം നാണിക്കുന്നു, ഞാൻ ഒരധികപ്പറ്റാണ്, വിശറിക്കു കാറ്റു വേണ്ട, കർണൻ, ആൾത്താര എന്നിവ. അപ്പോൾ ഇതൊക്കെ ഒരു തരം സാമൂഹിക വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിന് ഒരു തെളിവായിരുന്നു ഈ നാടകങ്ങളൊക്കെ തന്നെ. നമ്മുടെ പൊൻകുന്നം വർക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് തിരുമുൽ കാഴ്ച എന്ന ഗദ്യ കവിതാ സമാഹാരം എഴുതിക്കൊണ്ടാണ്. തുടർന്ന് അദ്ദേഹം നാടകങ്ങളിലേക്കും 20ഓളം നാടകങ്ങളും 120ഓളം കഥകളും ചെറുകഥകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നാടകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ കഥയിലേക്ക് കടക്കുമ്പോൾ ഏത് കുട്ടിക്കും അറിയുന്ന പൊൻകുന്നം വർക്കിയുടെ കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ, അതുപോലെ മോഡൽ, അന്തോണി നീയും അച്ഛനായോടാ. ഇത്തരം കഥകളൊക്കെ തന്നെ ഏറെ പ്രസിദ്ധങ്ങളായ കഥകളാണ്. നമ്മൾ മോഡൽ എന്ന് പറയുന്ന ഒരു ചെറുകഥയിലേക്ക് കടക്കുമ്പോൾ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരാൾ വിദേശത്ത് നിന്നും തയ്യൽ പഠിച്ച് നാട്ടിലെത്തി നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ തയ്ച്ചു കൊടുക്കുന്ന ഒരാളാണ് ഫ്രാൻസിസ്.
ഈ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് പാപ്പൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു ആള് ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ടി കൊണ്ടു ചെന്ന് കൊടുക്കുകയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഷർട്ട് തയ്ച്ചിട്ടുണ്ട്. പക്ഷേ ആ ഷർട്ട് ആർക്ക് പറ്റുന്നതല്ല, നമ്മുടെ പാപ്പന് പറ്റുന്നതല്ല. അയാൾ കൊടുത്ത മോഡലോ അയാളുടെ അളവുകളോ അല്ലെങ്കിൽ അയാൾക്ക് യോജിക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിലല്ല ഷർട്ട് തയ്ച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ചേരുക, മറ്റൊന്നും നിങ്ങൾക്ക് ചേരുകയില്ല എന്ന് പറഞ്ഞ് ഒരു അടിച്ചേൽപ്പിക്കുന്ന അടിച്ചമർത്തുന്ന പ്രവണതയാണ് ഫ്രാൻസിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതപുരോഹിതന്മാരുടെയും മത അനുയായികളുടെയും രാഷ്ട്രീയക്കാരുടെയും അടിച്ചമർത്തലായിട്ടാണ് നമ്മൾക്ക് നോക്കിക്കാണാനായിട്ട് കഴിയുക. അതുപോലെ അപ്പം പിന്നീട് നമ്മുടെ പാപ്പൻ ചെന്നിട്ട് ആ കടയിൽ നിന്നും ഏറ്റവും നല്ല തനിക്ക് ഇഷ്ടപ്പെട്ട തനിക്ക് യോജിച്ച ഒരു ഷർട്ട് എടുത്തിട്ട് ഇതാണ് എനിക്ക് വേണ്ട ഷർട്ട് എന്ന് ഉറക്കെ പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന അല്ലെങ്കിൽ ഒരു തൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ ഉള്ള ആർജവമുള്ള ഒരു കഥാപാത്രമായി നമ്മുടെ പാപ്പനെ നമ്മുടെ പൊൻകുന്നം വർക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആർജവമുള്ള കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആ കഥാപാത്രങ്ങളുടെ നിസ്സഹായതയും നമ്മുടെ പൊൻകുന്നം വർക്കിയുടെ കഥകൾ നോക്കിയാലായിട്ട് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ. എല്ലാവർക്കും അറിയാം, എല്ലാ ചെറിയ കുട്ടികൾക്കും ശബ്ദിക്കുന്ന കലപ്പ അറിയാവുന്ന കഥയാണ്. ഔസേപ്പ് മാപ്പിളയും കണ്ണൻ എന്ന് പറയുന്ന കാളയും. വളരെ ദീർഘിപ്പിക്കുന്നില്ല. ഔസേപ്പ് മാപ്പിളയുടെ ഏറ്റവും പ്രിയ സന്തത സഹചാരിയും മകനും മകളും എല്ലാമായ സുഹൃത്തുമായ കണ്ണൻ എന്ന് പറയുന്ന കാള. അതിനെ കണ്ണനോടൊപ്പം എപ്പോഴും ഔസേപ്പ് മാപ്പിള ഉണ്ടാവും. ഔസേപ്പ് മാപ്പിള കണ്ണനോട് സംസാരിക്കുന്നത് കേട്ടാൽ ഔസേപ്പ് മാപ്പിള സ്വന്തം മകനോട് സംസാരിക്കുന്നത് പോലെ, ഇടയ്ക്ക് നീ പോയി എന്തെങ്കിലും വയറു നിറയെ തിന്നിട്ട് വാടാ മോനെ എന്ന് പറയുന്ന ഔസേപ്പ് മാപ്പിള. എപ്പോഴും ഔസേപ്പ് മാപ്പിളയെ തൊട്ടും ഉരുമയും മുട്ടിയും ഉരുമയും നിൽക്കുന്ന കണ്ണൻ. അങ്ങനെയുള്ള കണ്ണനെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഔസേപ്പ് മാപ്പിളയ്ക്ക് വിൽക്കേണ്ടി വരികയാണ്. തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടത്ര പൈസ തികയാതെ വരുന്ന ഒരവസരത്തിൽ ഒട്ടും മനസ്സോടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം മകളോട് തീർക്കാൻ എന്നുള്ള പോലെ അദ്ദേഹം തൻ്റെ കാളയെ വിൽക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം, ഏകദേശം 1 വർഷത്തിന് ശേഷം മകൾ ഗർഭിണിയാവുകയും കുട്ടിയുണ്ടാവുകയും പ്രസവിക്കുകയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സമയത്ത് കുറച്ച് ഡ്രസ്സ് വാങ്ങാനായിട്ട്, കച്ചയും മുണ്ടും ഒക്കെ വാങ്ങാനായിട്ട് നമ്മുടെ ഔസേപ്പ് മാപ്പിള കോട്ടയത്തിന് പോകുന്നു. കോട്ടയത്തിന് പോയ മാപ്പിള നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ച് തിരഞ്ഞു. ഒന്നും ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ പൈസ തികയാത്തതോ കാരണം വാങ്ങാതെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചപ്പോൾ ഒരു അറവുമാടം കാണുകയും അവിടെ നമ്മുടെ കണ്ണനെ കാണുകയാണ് ഉണ്ടായത്. കണ്ണനെ കാണുമ്പോൾ കണ്ണൻ്റെ വാർദ്ധക്യ സഹജമായ എല്ലാ അസുഖങ്ങളും ബാധിച്ച് ഒന്ന് ശരിക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാതെ വളരെ അവശനായിട്ടുള്ള കണ്ണനെ കാണുകയും അവർ രണ്ടുപേരും അവരുടെ ആ ഒരു സ്നേഹവാത്സല്യത്താൽ അവർ കെട്ടിപ്പിടിക്കുകയും അവർ പരസ്പരം അവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്ത് ഡ്രസ്സ് വാങ്ങാൻ കൊടുത്ത, തുണി വാങ്ങാൻ കൊടുത്ത പൈസയ്ക്ക് ഔസേപ്പ് മാപ്പിള കണ്ണനെയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലെത്തിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അമ്മയും മകൾക്കും കാണാനായിട്ട് കഴിഞ്ഞത് ഔസേപ്പ് മാപ്പിളയുടെ കണ്ണനുമായിട്ടുള്ള വരവാണ്. മകൾ വളരെ വിഷമത്തോടു കൂടി അച്ഛനോട് പറഞ്ഞ വാക്കിതാണ്, അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഔസേപ്പ് മാപ്പിള ഒരു മനുഷ്യ സഹജമായ ഒരു മാനവികതയുടെ തുടിപ്പുള്ള വാക്കുകളാണ് മകളോട് പറയാനായിട്ട് ആ സമയത്ത് കരുതി വെച്ചിരുന്നത്. എനിക്ക് നിന്നെ പോലെ തന്നെയാണ് കണ്ണനും, നീയും കണ്ണനും തമ്മിൽ എനിക്ക് യാതൊരു വിധ വ്യത്യാസങ്ങളും ഇല്ല എന്ന് പറഞ്ഞ, ഇങ്ങനെ മാനവികതയുടെ എഴുത്തുകാരനായ, മാനവികത ഉയർത്തിപ്പിടിച്ച എഴുത്തുകാരനായ പൊൻകുന്നം വർക്കിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു 100 പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.